നമസ്കാരം. മയൂര ലളിതം എന്ന പേരിലുള്ള ഒരു വൃത്തത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അധികം ആളുകൾ കേൾക്കാൻ സാധ്യത കുറവാണ്. കാരണം രണ്ടാണ്. ഒന്ന്, AR രാജരാജവർമ്മ ഈ വൃത്തത്തെക്കുറിച്ച് വൃത്തമഞ്ജരിയിൽ പരാമർശിക്കുന്നില്ല. രണ്ട്, ശ്രീനാരായണ ഗുരുദേവനല്ലാതെ മറ്റാരും മലയാളത്തിൽ ഈ വൃത്തത്തിൽ രചന നടത്തിയിട്ടില്ല. ഈശ്വരീയതയ്ക്കൊപ്പം അസാധാരണമായ കവിത്വ സിദ്ധി കൂടി പ്രകടിപ്പിച്ചിട്ടും ഗുരുവിലെ കവിത്വം അംഗീകരിക്കാൻ മടി കാണിച്ചവരാണല്ലോ മലയാളികളായ നമ്മൾ. പിന്നീട് വന്ന ചരിത്രകാരന്മാരാകട്ടെ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെയും നവോത്ഥാന നായകൻ്റെയും സന്യാസി ശ്രേഷ്ഠൻ്റെയും ആയുർവേദാചാര്യൻ്റെയും അദ്വൈതിയുടെയും ഒക്കെ ചട്ടക്കൂട്ടിൽ മാത്രം ഗുരുവിനെ ഒതുക്കി. മലയാളം, സംസ്കൃതം, തമിഴ് എന്നീ 3 ഭാഷകളിലായി രചിക്കപ്പെട്ട 64ഓളം കൃതികൾ ഗുരുവിൻ്റേതായി ഇന്ന് ലഭ്യമാണ്. മറ്റു കവികളുടെ ഒന്നും കൃതികളിൽ ദർശിക്കാൻ കഴിയാത്ത പല സവിശേഷതകളും ഗുരുവിൻ്റെ കൃതികളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ഷൺമുഖസ്തോത്രം എന്ന കൃതിയിലെ ശ്ലോകങ്ങൾ അക്ഷരമാലയിലെ ആയിൽ തുടങ്ങി ആ വരെ എത്തി. പിന്നീട് അവസാന ശ്ലോകം കായിൽ തുടങ്ങി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നവമഞ്ജരിയുടെ ഓരോ ശ്ലോകവും തുടങ്ങുന്ന അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാൽ നാരായണകൃത മഞ്ജരി എന്ന് കിട്ടും. അതുപോലെ തന്നെ ഒരേ കൃതിയുടെ പല ശ്ലോകങ്ങൾ പല വൃത്തത്തിൽ എഴുതുന്ന സവിശേഷത മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയിൽ നമുക്ക് കാണാൻ കഴിയും. 9 പദ്യങ്ങളുള്ള ഈ കൃതിയുടെ 1-ാം പദ്യത്തിൻ്റെ വൃത്തത്തെക്കുറിച്ചാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചന നൽകിയത്. 2-ാം പദ്യം കുസുമമഞ്ജരിയിലും 3-ാം പദ്യം ഭുജംഗപ്രയാദത്തിലും 4-ാം പദ്യം ശാർദൂല വിക്രീഡിതത്തിലും 5ഉം 6ഉം 7ഉം 8ഉം പദ്യങ്ങൾ കുസുമമഞ്ജരിയിലും അവസാന പദ്യം അതായത് 9-ാമത്തെ പദ്യം വസന്തതിലകത്തിലുമാണ് ഗുരു രചിച്ചിരിക്കുന്നത്. ഇതിലെ 1-ാമത്തെ പദ്യത്തിൻ്റെ വൃത്തം ഗുരു തന്നെ രൂപപ്പെടുത്തിയെടുത്തതാണെന്നും ഇത് ഏതാണെന്ന് മനസ്സിലാക്കാൻ ഭാഷാ പണ്ഡിതന്മാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും ഗുരുദേവ കൃതികൾ ഗൗരവത്തിൽ പഠിക്കുന്നവരുൾപ്പെടെ പലരും അഭിപ്രായപ്പെടുന്നു. ഗുരുദേവ കൃതികൾക്ക് ബൃഹത്തായ വ്യാഖ്യാനം ചമച്ച സുഹൃതികളായ പ്രൊഫസർ G. ബാലകൃഷ്ണൻ നായർ സാറും പ്രൊഫസർ MH ശാസ്ത്രി അവர்களுം ഈ പദ്യത്തിൻ്റെ വൃത്തമേതെന്ന് വെളിപ്പെടുത്തിയില്ല. പോരാത്തതിന് AR രാജരാജവർമ്മ തൻ്റെ വൃത്തമഞ്ജരിയിലും ഈ വൃത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഗുരു സ്വയം രൂപപ്പെടുത്തിയ ഒരു വൃത്തമാണോ ഇതെന്ന് സംശയിക്കാൻ ഇവയും കാരണമായി. എന്നാൽ ശിവഗിരിമഠം പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ കാവ്യലോകം എന്ന ഈ പുസ്തകത്തിലെ കവിജന കൽപ്പിത കാവ്യമീ ദർശനം എന്ന ലേഖനത്തിൽ ശ്രീ TR രജികുമാർ പറയുന്നു, മയൂര ലളിതം എന്ന അപൂർവ വൃത്തത്തിലാണ് മണ്ണന്തല ദേവീസ്തവത്തിലെ 1-ാമത്തെ ശ്ലോകം രചിച്ചിരിക്കുന്നത് എന്നും AR രാജരാജവർമ്മ ഈ വൃത്തം തൻ്റെ വൃത്തമഞ്ജരിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും. ഈ വിലയേറിയ അറിവിന് ശ്രീ രജികുമാർ TR കടപ്പാട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ T. ഭാസ്കരൻ സാറിനോടാണ്. ഓരോ വരിയിലും 15 അക്ഷരങ്ങൾ വീതം വരുന്ന ഈ വൃത്തത്തിൻ്റെ ലക്ഷണം മയൂര ലളിതം ഭവതി ജാത് സനഭയാശ്ചേതെന്നാണ്. അതായത് ജസനഭയ എന്ന് ഗണവിന്യാസം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഓരോ വരിയിലും ജഗണം, സഗണം, നഗണം, ഭഗണം, യഗണം എന്നീ ക്രമത്തിൽ 5 ഗണങ്ങൾ. ഓരോ ഗണത്തിലും 3 അക്ഷരം. അങ്ങനെ ഒരു വരിയിൽ ആകെ 15 അക്ഷരങ്ങൾ. ഈ നിയമമനുസരിച്ച് പരിശോധിച്ചാൽ മണ്ണന്തല ദേവീസ്തവത്തിലെ 1-ാം പദ്യത്തിലെ 15 അക്ഷരങ്ങൾ വീതമുള്ള ഓരോ വരിയും ജഗണം, സഗണം, നഗണം, ഭഗണം, യഗണം എന്ന ക്രമത്തിൽ ഗണം തിരിക്കാം. അതുകൊണ്ട് ഈ പദ്യത്തിൻ്റെ വൃത്തം മയൂരലളിതം എന്ന് തന്നെ ഉറപ്പിക്കാം. ഇനി മണ്ണന്തല ദേവീസ്തവത്തിലെ 1-ാമത്തെ ആ പദ്യം ഏതാണെന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. മണിക്കുട വിടുർത്തി മലർ തൂവി മണമെല്ലാം ഗൃണിക്കപചിതി ക്രിയ കഴിച്ചു ഗൃണിയാക്കി ഗുണിച്ചവകളൊക്കെയും ഒഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാനരുൾ കഥായേ. ഈ രീതിയിൽ പരിശോധിച്ചാൽ മനനാതീതം എന്ന കൃതിയും ഈ വൃത്തത്തിലാണ് ഗുരു രചിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ വൃത്തമഞ്ജരിയിൽ പരാമർശിക്കപ്പെടാത്തതും
മലയാളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതുമായ മൃഗേന്ദ്രമുഖം എന്ന വൃത്തമാണ് ആത്മോപദേശശതകത്തിൻ്റെയും ശിവശതകത്തിലെ ഭൂരിഭാഗം പദ്യങ്ങളുടെയും രചനയ്ക്കായി ഗുരു ഉപയോഗിച്ചിട്ടുള്ളത്. 13 അക്ഷരങ്ങൾ വീതം വരുന്ന സമവൃത്തമാണിത്. ഭവതി മൃഗേന്ദ്രമുഖം നജൗ ജരൗക എന്ന് ലക്ഷണം. നഗണം, ജഗണം, ജഗണം, രഗണം എന്നീ 4 ഗണങ്ങൾക്ക് ശേഷം അവസാനമായി ഒരു ഗുരുവും കൂടി വരുന്നു. അങ്ങനെ 3 അക്ഷരങ്ങൾ വീതമുള്ള 4 ഗണവും ഒരു ഗുരുവും ചേർന്ന് 13 അക്ഷരം. ശിവശതകത്തിൽ മൃഗേന്ദ്രമുഖം കൂടാതെ ദ്രുതവിളംബിതവും ചില ഉപജാതി വൃത്തങ്ങളും കാണുന്നുണ്ട്. മറ്റൊരു കൃതിയായ കാളിനാടകത്തിൻ്റെ രചനയ്ക്ക് സിംഹവിക്രാന്തം എന്ന ദണ്ഡകമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാളിനാടകം ശ്ലോകങ്ങളായി തിരിക്കാവുന്ന രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. ഒരു വരിയിൽ 26 അക്ഷരങ്ങളിൽ കൂടുതൽ വരുന്ന കൃതികളെയാണ് ദണ്ഡകം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാളിനാടകത്തിൽ ആദ്യ ലഘുവിന് ശേഷം 2 ഗുരുക്കൾ വരുന്ന രീതിയിലുള്ള യഗണങ്ങളാണ് ആദ്യ അവസാനം. യഥേഷ്ടം യകാരങ്ങളെ താൻ തുടർന്നിങ്ങ് ചെയ്തിടുമ ദണ്ഡകം സിംഹവിക്രാന്തമാകുമെന്ന് ലക്ഷണം. മലയാള പദ്യസാഹിത്യത്തിൽ കവിതകളുടെ ഘടനയും താളവും നിർണ്ണയിക്കുന്ന നിയമവ്യവസ്ഥയാണ് വൃത്തമെന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പദ്യം നിർമ്മിക്കുന്ന തോതാണ് വൃത്തം. മലയാള കവിതകളിൽ പ്രധാനമായും 2 വൃത്ത പാരമ്പര്യങ്ങളാണുള്ളത്: സംസ്കൃത വൃത്തങ്ങളും ദ്രാവിഡ വൃത്തങ്ങളും. സംസ്കൃത ഛന്ദശാസ്ത്രത്തിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് സ്വീകരിച്ചവയാണ് സംസ്കൃത വൃത്തങ്ങൾ. അക്ഷരങ്ങളുടെ എണ്ണവും ഗുരു ലഘു ക്രമങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഇവ നിർണ്ണയിക്കുന്നത്. 4 വരികളുള്ള ശ്ലോകങ്ങളായിരിക്കും അവ. ഉദാഹരണത്തിന് വസന്തതിലകം, ശാർദൂല വിക്രീഡിതം, ശ്രഗ്ധര, കുസുമമഞ്ജരി, ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര, തോടകം തുടങ്ങിയവ. ദ്രാവിഡ പാരമ്പര്യത്തിൽ നിന്ന്, അതായത് ദക്ഷിണേന്ത്യൻ പാരമ്പര്യത്തിൽ നിന്നും ഉടലെടുത്ത തദ്ദേശീയ വൃത്തങ്ങളാണ് ദ്രാവിഡ വൃത്തങ്ങൾ. അക്ഷരങ്ങളുടെ എണ്ണത്തേക്കാൾ ഉപരി പാട്ടിൻ്റെ താളത്തിനും ഈണത്തിനുമാണ് ഇവിടെ പ്രാധാന്യം. ചൊല്ലാനും പാടാനും ഏറെ ലാളിത്യവും ഈണവും ഉള്ളവയാണ് ഇവ എന്നതാണ് ഇതിൻ്റെ സവിശേഷത. വടക്കൻ പാട്ടുകൾ, കിളിപ്പാട്ടുകൾ, വഞ്ചിപ്പാട്ടുകൾ ഇവയിലെല്ലാം ദ്രാവിഡ വൃത്തങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏക, കാകളി, മഞ്ചരി, നതോന്നത ഇവയൊക്കെ ദ്രാവിഡ വൃത്തങ്ങളാണ്. കാവ്യരചനയിൽ ഇത്രമാത്രം വൃത്ത വൈവിധ്യം പ്രദർശിപ്പിച്ച മറ്റൊരു മലയാള കവി ഇല്ല തന്നെ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ അന്വേഷണം ചെന്ന് നിൽക്കുക ഗുരുവിൻ്റെ ചിന്നസ്വാമിയിലായിരിക്കും. അതെ, മഹാകവി കുമാരനാശാനിൽ തന്നെ. ആ അന്വേഷണം ഇനി വരുന്ന വീഡിയോകളിലാകട്ടെ. നമസ്കാരം.